എൻ്റെ മരം പദ്ധതിയിൽ ആ ഡയറിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ? എന്നിട്ടത് വായിച്ചോ? വായിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നാ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? നമ്മളിപ്പോൾ ഒരു തൈ നട്ടാൽ എന്ന് ഫലം കിട്ടാനാണ്? നമ്മളുടെ പൂർവിക പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മളെ അനുഭവിക്കുന്ന ഈ ഫലം. ഈ തണൽ പോലും രാവിലെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, മറക്കണ്ട. നിങ്ങളെല്ലാവരും വൈകുന്നേരത്തെ പൊതുയോഗത്തിൽ പങ്കെടുക്കണം കേട്ടോ. നമ്മൾ തീരുമാനിച്ച സ്ഥലത്ത് തന്നെ സ്കൂൾ കെട്ടിടം പണിയും. എന്തായാലും മരം മുറിക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും. ഒരു മരത്തേക്കാൾ പ്രാധാന്യം സർവ്വ സൗകര്യങ്ങളുള്ള ഒരു സ്കൂൾ കെട്ടിടമാണ് അല്ലേ? നമുക്ക് ഈ തണൽ നഷ്ടപ്പെടും അല്ലേ മാഷേ? എന്താ എന്താ മാഷൊന്നും മിണ്ടാത്തത്? ഞാൻ എന്താ പറയേണ്ടത്? ഇതും പക്ഷേ നമുക്കൊരു ഓർമ്മയായിട്ട് മാറിയേക്കും. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? $100 വർഷം പഴക്കം കാണും അല്ലേ വാസു? പിന്നെ കാണാതിരിക്കുവണ്ണ, കുട്ടിക്കാലം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയ മരത്തെ അപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാലും താമസിക്കണ്ട, വെട്ടു തുടങ്ങിക്കോ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഈ മരം വെട്ടാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ കുട്ടിച്ചാത്തന്മാരെ, നിന്റെയൊക്കെ സ്കൂളിലെ മാനേജർ പറഞ്ഞിട്ടാ ഞങ്ങൾ ഈ മരം വെട്ടാണ്. മര്യാദക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഈ മരം വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എടാ വാസു, നീ പോയാൽ മാനേജറിനെ വിളിച്ചിട്ട് പോവാം. ഇവറ്റുള്ള ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ മരം മുറിക്കാൻ എന്താ കാര്യം? അങ്ങനെ ചോദിക്കുന്നത് ഈ മരം മുറിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്കൂൾ പണിയണ്ട. ഞങ്ങൾ ആ സ്കൂളിൽ നിന്ന് പഠിക്കില്ല. ഉള്ള മരങ്ങൾ സംരക്ഷിച്ചിട്ട് മതി
പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാവുന്ന വിജയമാഷ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ക്ലാസ് റൂമിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം ഈ മരത്തണല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. ഈ മരം വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓ നിങ്ങൾക്ക് വേണ്ട പിന്നെ എനിക്കെന്തിനാ? എനിക്കും വേണ്ട. ആണോ? വിജയമാഷുനി നിങ്ങൾ രക്ഷിച്ചത് ഒരു മരത്തെയല്ല, ഒരു സംസ്കാരത്തെയാണ്. വരും നമുക്ക് ആ തണലിലേക്ക് പോകാം.